ഹലോ ഓൾ, വെൽക്കം ടു SC നീറ്റ് അക്കാഡമി. ഇന്ന് നമ്മൾ കടക്കാൻ പോകുന്നത് SC നീറ്റ് അക്കാഡമിയുടെ റാങ്കേഴ്സ് നീറ്റ് 2026 ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ സെഷനിലോട്ടാണ്. ആസ് യു ഓൾ നോ, ഇന്നാണ് SC നീറ്റ് അക്കാഡമി ഞങ്ങളുടെ റാങ്കേഴ്സ് നീറ്റ് 2026 ബാച്ച് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ്. വെറും 500 റുപ്പീസിനാണ് ഞങ്ങൾ പെർ മന്ത് നിങ്ങൾക്ക് നീറ്റ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ 1000 റുപ്പി പെർ മന്താണ് വിത്ത് മെൻറ്റർഷിപ്പ്, 1-to-1 മെൻറ്റർഷിപ്പ് ഞങ്ങൾ ബാച്ച് പ്രൊവൈഡ് ചെയ്യുക. ഈ ബാച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ്ലി ലെക്ചേഴ്സ് ബൈ ടോപ്പ് ഫാക്കൽറ്റീസ് ആൻഡ് പ്രീവിയസ് നീറ്റ് റാങ്കേഴ്സ്. നീറ്റ് റാങ്കേഴ്സ് നിങ്ങൾക്ക് മെൻറ്റോറായിട്ടാണ് കിട്ടുക. ലെക്ചേഴ്സ് ബൈ ടോപ്പ് ഫാക്കൽറ്റീസ് ആൻഡ് ഇപ്പോൾ MBBS ചെയ്യുന്ന കുട്ടികളെയാണ് നിങ്ങൾക്ക് ഡെയിലി ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾക്ക് ഹാൻഡ് റിട്ടേൺ നോട്ട്സും കിട്ടും, പിന്നെ ടെസ്റ്റും കിട്ടും. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പോണൻ്റാണ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന്. അത് നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതും റെഗുലർ ടെസ്റ്റ് ആയിരിക്കും. അതായത് ടീച്ചേഴ്സുമാർ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന അതേ ടീച്ചറായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുക. വീക്ക്ലി ടെസ്റ്റിൽ ടീച്ചർക്ക് അറിയാമായിരിക്കുമല്ലോ എന്താ പഠിപ്പിച്ചതെന്ന്. ആ സിലബസ് വെച്ചിട്ട് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസും പ്രിപ്പയർ ചെയ്യുക. അതും ഇപ്പോഴുള്ള ന്യൂലി നീറ്റ് പാറ്റേൺ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പറിൻ്റെ ലെവൽ ഉണ്ടാവുക. ഡൗട്ട് സൊല്യൂഷനും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക്. ഈ 500 റുപ്പീസ് ബാച്ചിലും ഡൗട്ട് സെഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ആരെങ്കിലും ഒരാൾ നിങ്ങളെ പുഷ് ചെയ്യാൻ വേണം എന്നൊക്കെ നിങ്ങൾക്കൊരു തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 റുപ്പി പെർ മന്തിൻ്റെ ബാച്ചും സെലക്ട് ചെയ്യാവുന്നതാണ്. അതാവുമ്പോൾ നിങ്ങൾക്ക് 1-to-1 മെൻറ്റർഷിപ്പും കൂടി പ്രൊവൈഡ് ചെയ്യായിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ വിളിച്ച്, ഞങ്ങളുടെ മെൻറ്റേഴ്സിനെ വിളിച്ചിട്ട് സംസാരിക്കാവുന്നതാണ്. എന്തെങ്കിലും കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഇടയ്ക്ക് പഠിക്കാൻ തോന്നുന്നില്ല, എന്ത് ഫീലിങ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവരോട് പഠിത്തത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എങ്ങനെയാണ് ഈ ബാച്ചിൽ എൻറോൾ ചെയ്യാം എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അതിന് നിങ്ങൾ ആദ്യം ഈ ഒരു വാട്സപ്പ് നമ്പർ 7907141767 ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണോ വേണ്ടത്, 1-to-1 മെൻറ്റർഷിപ്പ് ബാച്ചാണോ അല്ലെങ്കിൽ മെൻറ്റർഷിപ്പ് ഇല്ലാതെ 500 റുപ്പീസിൻ്റെ ബാച്ചാണ് നിങ്ങൾക്ക് വേണം എന്നുണ്ടോ, ആ ബാച്ചിന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. അവർക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി പേയ്മെൻറ്റിൻ്റെ. എന്നാൽ ഞങ്ങളുടെ മാനേജർ നിങ്ങളെ ഡയറക്റ്റായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. ആ കമ്മ്യൂണിറ്റി ചാനലിലായിരിക്കും ഡെയിലി ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുക. ഇത് നിങ്ങൾക്കൊക്കെ ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ചില ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. നീറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വോറാണ്. 25 ലാക്ക് കുട്ടികൾ അപ്ലൈ ചെയ്തിട്ട് 24 ലാക്ക് കുട്ടികൾ എക്സാം അറ്റൻഡും ചെയ്തിട്ട് ഒരു 40,000 ഗവൺമെൻറ് സീറ്റും ടോട്ടൽ MBBS സീറ്റ് ഒരു 1 ലാക്ക് സീറ്റ്സുമാണ് ഉള്ളത്. അതിനു വേണ്ടി നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരും. ആ പഠിക്കുന്നതിന് മുന്നേ നമ്മളൊരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. ആദ്യത്തെ വിഷയം നിങ്ങളെല്ലാവരും അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. അതായത് റോം ഒരു ദിവസത്തിൽ ബിൽഡ് ചെയ്തതല്ല എന്നല്ല ഇത് പറയുന്നത്. അതായത് ഇതിൻ്റെ ഉള്ളിലൊരു ഡെപ്തായിട്ടുള്ളൊരു മീനിങ് എന്താ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ഈസ് ദ കീ എന്നാണ്. അതായത് നിങ്ങൾക്ക് മെല്ലെ നിങ്ങളിപ്പോൾ 0 ലെവലിലാണെങ്കിൽ മെല്ലെ കോൺസെപ്റ്റ് ഡെവലപ്പായി പടി കയറിയേ ടോപ്പ് ലെവലിൽ എത്താൻ പറ്റൂ. അതിന് പേഷ്യൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കണം എന്നാണ് ഈ പിക്ചറിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ആദ്യം നിങ്ങൾ പേഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണം. അതായത് പേഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണം എന്നാണ് ഈ ഇമേജ് സിഗ്നിഫൈ ചെയ്യുന്നത്. ഞാൻ ക്ലാസ്സിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ കടക്കാൻ പോകുന്നത് നമ്മളുടെ ബാച്ചിൻ്റെ ടൈം ടേബിളിനെ കുറിച്ചിട്ടാണ്. ഇതായിരിക്കും നീറ്റിൻ്റെ ടൈം ടേബിൾ, റാങ്കേഴ്സ് നീറ്റിൻ്റെ ടൈം ടേബിൾ.
സോ ഡെയിലി 3 സബ്ജക്റ്റും എടുക്കുന്നതായിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഡെയിലി കാണും. അതായത് വീക്ക്ലി 5 ഡേയ്സ് ആയിരിക്കും ഞങ്ങൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാം. ക്ലാസ്സസ് എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് എത്രത്തോളം ഒരു ദിവസം നോളേജ് ഗ്യാദർ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് അതുപോലെ ആയിരിക്കും സിലബസ് നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ എടുക്കുക. സോ അതുകൊണ്ട് തന്നെ ക്ലാസ്സിൻ്റെ ഒക്കെ ഡ്യൂറേഷൻ റെക്കോർഡഡ് ആയതുകൊണ്ട് തന്നെ 1 hour ഒക്കെ ആയിരിക്കും മാക്സിമം. സോ ടോട്ടൽ 3 സബ്ജക്റ്റും ചേർത്ത്, അതായത് ഫിസിക്സ് ഒരു ദിവസം 1 hour എടുത്താൽ ബയോളജിയിൽ അഡ്ജസ്റ്റും ചെയ്തിട്ട് 2.5 to 3 മണിക്കൂറിൻ്റെ ഉള്ളിലായിരിക്കും ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവുക. സോ ഇതാണ് ടൈം ടേബിൾ. ഡെയിലി 10 മണി ഒക്കെ ആകുമ്പോഴത്തേനും ഫസ്റ്റ് ഫിസിക്സ് ലെക്ചറും അറൗണ്ട് 11:10 ഒക്കെയാണ് 10 AM ഫിസിക്സ് ലെക്ചറും അറൗണ്ട് 11:15 അറൗണ്ട് 11:15 കെമിസ്ട്രി ലെക്ചറും അറൗണ്ട് 12:30 ബയോളജി ലെക്ചറും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇതാണ് ടൈം ടേബിൾ റാങ്കേഴ്സ് നീറ്റ് 2026-ൻ്റെ. സോ ഇനി നമ്മൾ കടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പേഷ്യൻസിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി. സോ ഇനി ആസ് എ ടീച്ചർ വാട്ട് ഐ വാണ്ട് ഫ്രം മൈ സ്റ്റുഡൻസ് ഈസ്, അതായത് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ആദ്യം നിങ്ങൾ ലെക്ചർ കാണാം, ലെക്ചേഴ്സ് കാണാം പ്രോപ്പർലി. ഞാനത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് അറ്റൻഡ് ലെക്ചേഴ്സ് പ്രോപ്പർലി. ഇതാണ് ആദ്യത്തെ കാര്യം. ലെക്ചേഴ്സ് അറ്റൻറ്റീവായി കേൾക്കാം, ടീച്ചർ എന്തൊക്കെ പറയുന്നുണ്ടോ എന്നുള്ളത് വൃത്തിക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം, ഡു യുവർ ഡെയിലി വർക്ക്സ്. അതായത് ഞാൻ ക്ലാസ് എടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് DPPs പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം. സോ അതും അതിൻ്റെ ആൻസറും ഞാൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, അതും ചെയ്യണം. പിന്നീട് മോക്ക് ടെസ്റ്റ് റെഗുലർലി എഴുതണം. മോക്ക് ടെസ്റ്റ്, ഇത്ര കാര്യങ്ങളെ ഞാൻ ചോദിക്കുന്നുള്ളൂ ആസ് എ സ്റ്റുഡൻറ്റ്, അതായത് ഫ്രം എ സ്റ്റുഡൻറ്റ്. സോ ഇത്രയും നിങ്ങൾ ചെയ്താൽ നീറ്റിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ടോപ്പ് റാങ്കിലൂടെ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കാരണം ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അതായത് പ്രോപ്പർ സിലബസ് ആയിരിക്കും. എത്രയാണോ ആവശ്യം അത്ര തന്നെ ആയിരിക്കും ഞങ്ങൾ പഠിപ്പിക്കുക. സോ ടീച്ചർമാർ പ്രോപ്പർ പ്രിസൈസ് ആയിട്ട് നീറ്റിന് എന്താണോ വേണ്ടത് അതായിരിക്കും പഠിപ്പിക്കുക. സോ അത് തന്നെ വൃത്തിക്ക് പഠിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ടീച്ചറോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. പിന്നെയാണ് റിവൈസ് ചെയ്യുക. സോ റിവിഷൻ എന്ന് പറഞ്ഞാൽ ഡെയിലി റിവിഷനും ചെയ്യാം. അതായത് ഇന്ന് പഠിച്ചത് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ അതൊന്ന് റിവിഷൻ ചെയ്യാം. പിന്നെ വീക്ക്ലി റിവിഷൻ ചെയ്യാം. പിന്നെ മന്ത്ലി റിവിഷൻ ചെയ്യാം. ഇത് ഇത്ര ചെയ്താൽ ദർ ഈസ് നോ വേ ഓഫ് യു നോട്ട് ക്രാക്കിംഗ് നീറ്റ് 2026. സോ പിന്നെ നാലാമതുള്ളൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ബിലീവ്. അതായത് ഐ ആം ഗോയിങ് ടു ബിക്കം എ ഡോക്ടർ എന്നുള്ളതും ബിലീവ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ടീച്ചറിൻ്റെ മുകളിൽ ഒരു ബിലീഫ് വെക്കാം. ഈ മൊത്തം വേൾഡ് തന്നെ റൺ ചെയ്യുന്നത് ആ ഒരു ബിലീഫ് സിസ്റ്റത്തിലാണ്. അതായത് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു, അപ്പോൾ ദൈവം നമ്മളെ രക്ഷിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ ബിലീഫ് സിസ്റ്റം എന്ന് വെച്ചാൽ കോറാണ് എല്ലാത്തിൻ്റെയും. എന്നെക്കൊണ്ട് പറ്റും എന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നു. പിന്നെ എൻ്റെ ടീച്ചർ പഠിപ്പിക്കുന്നത് അത് ഞാൻ വിചാരിച്ച സ്ഥലത്തോട്ട് എന്നെ എത്തിക്കും എന്നുള്ളതും ബിലീവ് ചെയ്യേണ്ടത്
വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ടീച്ചർ അറിയാവുന്നതാണ് ടീച്ചറിന് ഈ എക്സാമിൻ്റെ പാറ്റേൺ എന്താണ് പഠിപ്പിക്കേണ്ടത് എന്നൊക്കെ. സോ ഞാനത് ബിലീവ് ചെയ്യും, ഞാൻ അതേപോലെ പഠിക്കും. സോ ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ ആസ് എ സ്റ്റുഡൻറ്റ്. അതായത് ലെക്ചർ പ്രോപ്പർലി അറ്റൻഡ് ചെയ്യാം, ഞങ്ങൾ അയക്കുന്ന ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്, അതാണ് DPPs, അത് ചെയ്യാം. പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ റിവിഷൻ ചെയ്യാം. പിന്നെ ഒരു ബിലീവ് ചെയ്യാം, നെഗറ്റീവായി ചിന്തിക്കാതെ പോസിറ്റീവായി ചിന്തിച്ചിട്ട് വർക്ക് ചെയ്യാം. ഇത്രേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ ടു ക്രാക്ക് നീറ്റ് 2026. സോ ഇതാണ് മെയിൻ കാര്യം. അതായത് മോട്ടിവേഷൻ ഒറ്റൊരു ദിവസം കൊണ്ട് പയ്യെ പോവും. ഒരു ദിവസം നല്ല മോട്ടിവേറ്റഡ് ആയിരിക്കും, പിന്നെ നെക്സ്റ്റ് ദിവസം ഇച്ചിരി കുറവ്, പിന്നെയും കുറവ്, അങ്ങനെ ആയിരിക്കും മോട്ടിവേഷൻ. പക്ഷേ ഡിസിപ്ലിൻ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളൊരു പ്രോസസ്സായി കണ്ടിന്യൂ ചെയ്യും. സോ ഇന്ന് പഠിച്ചു ഒരു 14 മണിക്കൂർ, നാളെ ഒന്നും പഠിച്ചില്ല, അതിനേക്കാളും ഡെയിലി 6 മണിക്കൂർ ഞാൻ ഇരുന്ന് പഠിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട്സ് എന്തായാലും കിട്ടുന്നതാണ്. സോ ഇതാണ് എവറിത്തിങ് അബൌട്ട് നീറ്റ് 2026 SC നീറ്റ് അക്കാഡമിയുടെ റാങ്കേഴ്സ് ബാച്ചിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. സോ എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ആ ജോയിൻ ചെയ്തിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഐദർ ഈ വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പറും കൂടിയുണ്ട്, 7012388113. ഇതിനും അയക്കാവുന്നതാണ്. രണ്ടും ഞങ്ങളുടെ മാനേജറിൻ്റെ നമ്പറാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ, അതായത് ലെക്ചർ നോട്ട്സും ഞങ്ങൾ അതായത് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാനേജർ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യും. അതിൽ തന്നെ ആഡും ചെയ്യുന്നതായിരിക്കും ഈ ലെക്ചർ നോട്ട്സും. സോ എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നമ്മൾക്ക് നീറ്റ് 2026 ജേർണി ഒന്നിച്ച് നമ്മൾക്ക് തുടങ്ങാം. എന്നിട്ട് ഒന്നിച്ച് കംപ്ലീറ്റും ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റായിട്ട് നമ്മളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ നമ്മൾക്ക് ഒന്നിച്ച് ശ്രമിക്കാം. സോ താങ്ക് യു. എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ്. സോ അതുവരെ മേ ഗോഡ് വാച്ച് ഓവർ യു. താങ്ക് യു.